ഹലോ, എല്ലാവർക്കും നമസ്കാരം. കാസിം ഭായി ആട്ടോ. ഷിഫാനുണ്ട്, ഷിഫമോനുണ്ട്, ചിപ്പുട്ടിയുണ്ട്. അപ്പം ഞങ്ങൾ അടിപൊളി ഒരു മല കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വീടിൻ്റെ ബേക്ക് ഭാഗം കേട്ടോ, നമ്മുടെ പേരാടുത്ത് വീടിൻ്റെ. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ മരങ്ങളൊക്കെ മുറിച്ച് അടിപൊളി വൈപ്പാട്ടോ. അപ്പോൾ ഇപ്പം ഇന്ന് നല്ല മഴയെല്ലാം കുറവുണ്ട്. ഷിഫാനെ എവിടെ പോന്നേ? അപ്പോൾ അവർക്ക് നാണായി. അപ്പോൾ ഞങ്ങൾ അതിന് കുറച്ചും കൂടി മേലോട്ട് കയറാണ്ട്. ഇവിടെ അങ്ങനെ വലിയ കുന്നാണ് ഇത്. ഇതിന് ബംഗ്ലക്കുന്ന് തന്നെ പറയാ. ബംഗ്ലക്കുന്ന് അങ്ങനെ എന്തോ പറയാ. അപ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ കുറച്ച് നല്ല അടിപൊളി കാഴ്ചകളുണ്ട്. അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, വായോ. അപ്പോൾ ഏകദേശം കുന്നിൻ്റെ പകുതി ഞങ്ങൾ കയറി. ഇത് കണ്ടോ, നല്ല വെയിലാണ് ഗെയ്സ്, നല്ല വെയിലാണല്ലോ. അതിൻ്റെ ഇടയിൽ കൂടെ കാണിച്ചു തരുന്നത്. അപ്പം ഇതാ ഇവിടെ നിങ്ങൾക്ക് കുറേ മല, അതൊക്കെ നമ്മുടെ പേരാവ് ടൗൺ ഭാഗമൊക്കെ ആട്ടോ. കുറച്ചും കൂടി അങ്ങോട്ട് കയറിയിട്ട് ബാക്കി കാണിച്ചു തരാം. ഇതുണ്ടോ അങ്ങ് ഭാഗമൊക്കെ. ഇതൊക്കെ ഏകദേശം നമ്മുടെ കൊട്ടഞ്ചുരം ആ ഭാഗത്തോട്ട് അങ്ങോട്ട് എത്തൂട്ടോ. മണത്തന, കൊട്ടിയൂര് ആ ഭാഗത്തോട്ട് പോകുന്ന ഭാഗമൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്നത് കണ്ടോ. ഇത് കണ്ടോ, ഇതെല്ലാം ആ ഭാഗമാണ്. അവിടെ കുറേ വീടുകളെല്ലാം കാണാം. നമ്മളെ പേരാവ് ടൗണിൻ്റെ കുറച്ച് ഇത് ഈ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ കേളകം, കൊട്ടിയൂര്, മണത്തന ആ ഭാഗത്തോട്ടൊക്കെ ഭാഗം ഈ ഒരു മലേൻ്റെ അപ്പുറം ആ ഭാഗമാണ്. നമ്മൾ കൊട്ടിയൂര് ഭാഗത്തോട്ടുള്ള മലയാളമായിട്ടാണ് അവിടെ നിന്നൊക്കെ കാണണേ കണ്ടോ. ഓക്കെ, ഇനി കുറച്ചും കൂടി കയറാൻ പറ്റുമെങ്കിൽ ബാക്കി കൂടി കയറിയിട്ട് വരാം. പിള്ളേരൊക്കെ മുമ്പ് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവിടെ ഒരു മരം മുറിച്ചിട്ട് അങ്ങോട്ടുള്ള വണ്ടികളൊക്കെ വന്നൊരു പുതിയ റോഡൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, ചെളിയൊക്കെ ആയിട്ട്. പക്ഷെ ഭയങ്കര രസമാണ്. മഴ മാറിയോണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ വന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മൾ പശുവിനെ ആടിനെയൊക്കെ ഇങ്ങനെ കെട്ടാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പശുവിനെ കഴിക്കാനായിട്ട് വന്നതും കൂടിയാണ് ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ സാഹസികമായ യാത്രയാണ്. കാരണം റോഡൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളിങ്ങനെ കുന്ന് കയറി ശീലമൊന്നുമില്ല. അതുകൊണ്ട് ഇത്ര കയറുമ്പോഴത്തേക്ക് വേഗം കിതക്കുക കേട്ടോ. പിള്ളേരൊക്കെ മുമ്പിൽ ഓടി ഓടി നടക്കുകയാണ്. അടിപൊളി കേട്ടോ സംഭവം. ഇതാ ഇവിടെ തന്നെ നിങ്ങൾ കാണുന്നുണ്ടോ, അടിപൊളി സ്ഥലങ്ങളാണ് ഇവിടെ കണ്ടോ. ഓക്കെ, കുറച്ചും കൂടി മേലോട്ട് കയറിയിട്ട് ബാക്കി കാണിച്ചു തരാം. പിള്ളേരൊക്കെ അങ്ങനെ മണ്ണിൻ്റെ പൊക്കത്തു കൂടെ ഇതിലൊക്കെ ചാടി ഓടി നടപ്പുണ്ട്. അടിപൊളി, പൊളിച്ചടിക്കട്ടാ. ഏതാ അതാ നിങ്ങളുടെ മദ്രസ? ഒരു മദ്രസ പോലും അത്. അതായത് പേരാവ് ടൗണ്. അപ്പൊ ഇവിടെ താഴെയാണ് നമ്മുടെ വീട്. ഇവിടുന്ന് കാണുന്നുണ്ടോ ഷിഫാന വീട്? ഇതാ കാണുന്നത്. നമ്മൾ കയറി നമ്മുടെ ഈ വഴി കയറി ഇവിടെ വരെ എത്തി. സംഭവത്തിന്റെ പൊക്കത്തോട്ട് ഇങ്ങനെ കയറാനുണ്ട് കേട്ടോ. പക്ഷെ അങ്ങോട്ടേക്ക് കാടും റബ്ബർ തോട്ടങ്ങളൊക്കെ ആട്ടോ. അപ്പൊ അങ്ങോട്ട് പിള്ളേരെ കൊണ്ടൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. ഞങ്ങൾ ഇവിടം വരെ എത്തിയിട്ടുള്ളൂ, ലാസ്റ്റ് പോയിന്റ്. ഇവിടം വരെ വഴിയുള്ളത്. കാരണം ഇവിടത്തേക്ക് വണ്ടി മരമൊക്കെ എടുക്കാൻ വേണ്ടി വന്നാ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം കാണുന്നത് നമ്മുടെ പേരാവൂർ ടൗണ് ആ ഭാഗങ്ങളൊക്കെയാണ്. കണ്ടില്ലേ, പേരാവൂർ ടൗണും ഭാഗങ്ങളൊക്കെയാണ് അങ്ങനെ കാണുന്നത്. എടി, അവിടുത്തെ സ്കൂളിൻ്റെ പേരെന്തായിരുന്നു? വിദ്യാകേന്ദ്രം അല്ലേ സ്കൂള്? പിന്നെ പേരാവൂർ ശാന്തിനികേതൻ സ്കൂൾ എന്ന് എന്താ അങ്ങനെ കണ്ട് പറഞ്ഞിട്ട് സ്കൂളുണ്ട് ഇവിടെ. അതൊക്കെയാണ് അങ്ങ് കാണുന്നത്. അതൊക്കെ തന്നെയാണ് വീടുകളെല്ലാം കാണുന്നുണ്ട്. നീലാകാശം കണ്ടില്ലേ, മരങ്ങൾക്കിടയിൽ മേഘങ്ങളൊക്കെ തെളിഞ്ഞ് നിൽക്കുക കേട്ടോ. നല്ല കാലാവസ്ഥ, ഇന്ന് മഴയൊക്കെ നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതാ ഷിഫാൻ അങ്ങനെ നിന്നിട്ടെല്ലാം കാണുന്നുണ്ട്. ഷിഫാനെ കയ്യിലെന്താ കത്തിയാ ബോ? അപ്പോൾ അവൻ ഞങ്ങൾ പശുവിൻ്റെ പുറകെ വന്നുകൊണ്ട് കത്തിയൊക്കെ എടുത്ത്. ഇപ്പം എൻ്റെ അടുത്ത് വടിയും കോലൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് നോക്കണപ്പാ, ഹായ് പറ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഞാനെന്താ വെച്ചാൽ വീഡിയോ എടുത്തത്, എന്തായാലും നമ്മളിതെല്ലാം കാണാൻ വന്നപ്പോൾ നിങ്ങളെ കൂടി കാണിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് വീഡിയോ എടുത്താണ്. അപ്പോൾ അടിപൊളിയല്ലേ? നോക്കിയേ എൻ്റെ ബേക്ക് വാങ്ങി നോക്കിയേ. മലനിരകൾ എല്ലാം, അതായത് മണത്തണ്ണ, പേരാവൂർ, കൊട്ടിയൂർ വരെ ഇങ്ങനെ കാണാം. കുറേ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഇരിട്ടിയുടെ കുറേ ഭാഗമൊക്കെ ആ ഭാഗത്തോട്ട് കാണാം. അത്ര മനോഹരമായ സ്ഥലം കേട്ടോ. ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.